Hi students, എല്ലാവർക്കും ബിസിനസ് മാനേജ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് എത്തിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ എത്തിക്സുമായി ബന്ധപ്പെട്ട് അതിന്റെ മീനിങ്, എത്തിക്സ് ആൻഡ് മൊറാലിറ്റി, ടൈപ്സ് ഓഫ് എത്തിക്സ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവയുടെയും അതിന് മുമ്പത്തെ വീഡിയോയുടെ എല്ലാ ലിങ്കുകളും അതേപോലെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട്. കൂടാതെ ചാനലിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവയെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകാൻ മറക്കരുത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്തൊക്കെയാണ് തിയറീസ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നതെന്ന് നോക്കാം. തിയറീസ് ഓഫ് എത്തിക്സ്. Theory is a set of principles thoughtfully devised to explain a group of facts or phenomena. ഒരു കൂട്ടം വസ്തുതകളെ അല്ലെങ്കിൽ പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തോട്ട്ഫുള്ളി ചിന്താപൂർവ്വം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത കുറേ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു കൂട്ടത്തെയാണ്, സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, തിയറി എന്ന് പറയാം. ദീസ് പ്രിൻസിപ്പിൾസ് ആർ റിപ്പീറ്റഡ്ലി ടെസ്റ്റഡ്. വെറുതെ കുറേ പ്രിൻസിപ്പിൾ പറഞ്ഞത് വെച്ചതായിരിക്കില്ല. ആ പ്രിൻസിപ്പിൾസ് റിപ്പീറ്റഡ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് തവണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് വൈഡ്ലി ആക്സെപ്റ്റഡ് ബൈ ദി യൂണിവേഴ്സ്, ലോകം മുഴുക്കെ അത് വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമായിരിക്കും. അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആയിരിക്കും തിയറി എന്ന് പറയുന്നത്. തിയറി എക്സ്പ്ലെയിൻസ് ഹൗ സം ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഓർ പെർഫോമൻസ് ഈസ് ഓർഗനൈസ്ഡ്. പേസ് എന്നാണ്. അപ്പം നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ഹ്യൂമൻ പെർഫോമൻസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ബിഹേവിയർ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ദസ് എനേബിൾസ് അസ് ടു മേക്ക് പ്രഡിക്ഷൻസ് അബൌട്ട് ദി ബിഹേവിയർ. അപ്പോൾ ആ തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബിഹേവിയറിനെ കുറിച്ച് ഒരു പ്രഡിക്ഷൻ നടത്താനൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദ കോമ്പണൻസ് ഓഫ് തിയറി ആർ കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഒരു തിയറിയുടെ കോമ്പണൻസ് എന്ന് പറയുന്നത് കുറേ കോൺസെപ്റ്റ്സും കുറേ പ്രിൻസിപ്പിൾസും ആണ്. കോൺസെപ്റ്റ്സ് വളരെ ഐഡിയലി വെൽ ഡിഫൈൻഡ് ആയിരിക്കും. There are generally three philosophical approaches or three theories to ethical reasoning. പ്രധാനമായിട്ടും എത്തിക്കൽ റീസണിങ് 3 അപ്രോച്ചസ് ആണുള്ളത്, അല്ലെങ്കിൽ 3 തരം തിയറീസ് ആണ് ഉള്ളത്. ടെലിയോളജിക്കൽ എത്തിക്സ്, ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് ആൻഡ് വെർച്യു എത്തിക്സ്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ടെലിയോളജിക്കൽ തിയറീസ് എന്താണെന്ന് ആദ്യം നോക്കാം. The word teleological is derived from Greek word telos means end, the logos means science. End എന്ന മീനിങ് വരുന്ന ടെലോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും, അതുപോലെ സയൻസ് എന്ന മീനിങ് വരുന്ന ലോഗോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും കൂടെ ആയിട്ടാണ് ഈ ടെലിയോളജിക്കൽ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ടെലിയോളജി ഈസ് എ സ്റ്റഡി ഓഫ് എൻഡ്, ഗോൾസ് ആൻഡ് പർപ്പസസ്. നമ്മുടെ അവസാനം എന്താ ചെയ്യാൻ, അവസാനമാണല്ലോ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനമാണ് ടെലിയോളജി. സ്റ്റാർട്ടിങ് എന്താണെന്നല്ല നോക്കുന്നത്, എൻഡ് എന്തായിരിക്കും നോക്കുന്നതാണ് ടെലിയോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോൺസിക്വൻഷ്യാലിറ്റി അപ്രോച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ കോൺസിക്വൻഷ്യാലിറ്റി അപ്രോച്ച് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ മോറൽ കണ്ടക്ട് ഓൺ ദി ബേസ് ഓഫ് ദ കോൺസിക്വൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ കോൺസിക്വൻസ്, അനന്തരഫലം എന്തായിരിക്കും, ഒരു ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം എന്തായിരിക്കും, അതിൻ്റെ എൻഡ് എന്തായിരിക്കും, കോൺസിക്വൻസ് എന്തായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മോറൽ കണ്ടക്ട് ഡിറ്റർമിൻ ചെയ്യുക. ഒരു പ്രവൃത്തി മോറലാണോ അല്ലയോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഇത് ഈ ടെലിയോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എൻഡ് നോക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളതിൻ്റെ കോൺസിക്വൻഷ്യാലിറ്റി അപ്രോച്ച് എന്നും കൂടെ വിളിക്കുന്നത്. Whether an action is right or wrong would depend upon the judgment about the consequence of such an action. ഒരു പ്രവൃത്തിയുടെ കോൺസിക്വൻസ് എങ്ങനെയാണെന്ന് ജഡ്ജ് ചെയ്തതിന് ശേഷം അത് ശരിയാണോ തെറ്റാണോ നോക്കിയിട്ടാണ് ഒരു ആക്ഷൻ തെറ്റാണോ ശരിയാണോ എന്ന് നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. The idea is to judge the action moral if it delivers more good than harm to the society. അപ്പം നമ്മൾ ഒരു ആക്ഷൻ മോറലാണെന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എൻഡ് നോക്കിയിട്ടാണെങ്കിൽ കൂടിയും നമ്മൾ ഒരു ആക്ഷൻ മോറലാണെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അത് സൊസൈറ്റിക്ക് കൂടുതൽ ഗുണം കൊടുക്കുന്നതായിരിക്കണം. ഇഫ് ഇറ്റ് ഡെലിവേഴ്സ് മോർ ഗുഡ് ദാൻ ഹാം ടു ദ സൊസൈറ്റി. പൂർണ്ണമായിട്ടും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യം ഒരു ആക്ഷൻ ഉണ്ടാവണമെന്നില്ല അല്ലേ, കുറച്ചൊക്കെ ഹാംഫുൾ ആവാം ചില ഭാഗങ്ങളൊക്കെ. അപ്പോൾ പക്ഷേ സൊസൈറ്റിക്ക് കൂടുതലും ഗുണം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ അത് മോറലാണ്, അത് ഗുഡായിട്ടുള്ള ഒരു ആക്ഷൻ ആണെന്നാണ് പറയുന്നത്. It must understood that this satisfaction or happiness should be for the society in general and not to the people committing the act or the people who are directly involved in the act. അപ്പോൾ ഇത് പറയുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് സൊസൈറ്റിക്ക് പൊതുവായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ആയിരിക്കണം. അതിന് നോട്ട് ടു ദ പീപ്പിൾ കമ്മിറ്റിംഗ് ദ ആക്ട്. ആ പ്രവൃത്തി ചെയ്യുന്ന ഏതാനും വ്യക്തികളുടെ കാര്യമല്ല അവിടെ നോക്കുന്നത്, സൊസൈറ്റി അറ്റ് ലാർജ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. ദ പീപ്പിൾ ഹു ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ ആക്ട്. ആ ഒരു ആക്ട് ചെയ്യുന്ന ഒരു ആക്ടിൽ നേരിട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്നവരുടെ കാര്യമല്ല നോക്കുന്നത്, ആ സൊസൈറ്റിക്ക് ജനറലായിട്ട് എന്തുമാത്രം സാറ്റിസ്ഫാക്ഷൻ ഹാപ്പിനെസ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആക്ഷൻ മോറലാണോ റൈറ്റ് ആണോ റോങ് ആണോ ഗുഡാണോ ബാഡാണോ എന്ന് തീരുമാനിക്കുന്നത്. കോൺസിക്വൻഷ്യലിസ്റ്റ് തിയറി ഹാസ് 3 ഫോംസ്. ഈ തിയറിക്ക്, അതായത് ടെലിയോളജിക്കൽ തിയറിക്ക് 3 രൂപങ്ങളാണുള്ളത്: എത്തിക്കൽ ഈഗോയിസം, യൂട്ടിലിറ്റേറിയനിസം ആൻഡ് യുഡൈമനിസം. ഈ 3 കാര്യങ്ങളും എന്താണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എത്തിക്കൽ ഈഗോയിസം. Egoism is the theory that oneself is or should be the motivation and the goal of one's own action. ഒരാളുടെ പ്രവൃത്തിയുടെ ലക്ഷ്യമാകേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ മോട്ടിവേഷൻ ആവേണ്ടത് അയാളുടെ സെൽഫ് തന്നെയാണ്, അയാളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ സ്വന്തം താല്പര്യങ്ങൾ തന്നെയാണ് ഒരാളുടെ പ്രവൃത്തിയുടെ ഒരു മോട്ടിവേഷനായി പ്രവർത്തിക്കേണ്ടത്. അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു വന്നത്. എത്തിക്കൽ ഈഗോയിസം സ്റ്റേറ്റ്സ് ദാറ്റ് വി ആർ ഓൾവേസ് മോറലി റിക്വയർഡ് ടു ഡു വാട്ട് ഈസ് ഇൻ അവർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ്. എത്തിക്കൽ ഈഗോയിസം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. വി ആർ ഓൾവേസ് മോറലി റിക്വയർഡ് ടു ഡു. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് വാട്ട് ഈസ് ഇൻ അവർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ്, നമ്മുടെ സ്വന്തം താല്പര്യം എന്താണോ അതിനനുസരിച്ചുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ദ വ്യൂ ഈസ് നോട്ട് എന്നാണ്, ഈസ് ഇൻ ദാറ്റ് വി ആർ സെൽഫിഷ്. ഇത് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ സെൽഫിഷ് ആണെന്നല്ല, നമ്മളുടെ സന്തോഷത്തോടു കൂടി നമ്മുടെ താല്പര്യത്തിന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഗുണകരമാവുന്ന രീതിയിലാവും എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരാൾക്കൊരു ഡൊണേഷൻ കൊടുക്കുന്നത്, ഒരു സംഭാവന കൊടുക്കുന്നത്, അതിലൊരു സംതൃപ്തി നമുക്കും കൂടെ കിട്ടുന്നത് കൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെയും കൂടെ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളവിടെ കൊടുക്കുന്നത്, അത് മറ്റൊരുവർക്കും ഗുണകരമായി തീരും എന്നാണ് പറയുന്നത്. It possessed an action is good if it produces or likely to produce results that maximize the person's self-interest as defined by him even at the expense of others. It possessed, അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ an action is good, ഒരു ആക്ഷൻ ഗുഡ് ആവുന്നത് if it produces or is likely to produce results that maximize person's self-interest as defined by him. ഒരു വ്യക്തി അയാളുടെ സ്വന്തം താല്പര്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്താണോ, ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യം എന്താണോ അത് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ, അത് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ളൊരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അത് ഗുഡാവുന്നത്. ഈവൺ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതേഴ്സ്, അത് മറ്റുള്ളവരുടെ ചിലവിലാണെങ്കിൽ കൂടിയും ഒരാളുടെ സ്വന്തം താല്പര്യപ്രകാരമുള്ള ഒരു കാര്യം, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു കാര്യം അത് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ കാര്യം ചെയ്യുമ്പോഴാണ് അത് ഗുഡാവുന്നത്. ദെൻ രണ്ടാമത്തതാണ് യൂട്ടിലിറ്റേറിയനിസം. ദ യൂട്ടിലിറ്റേറിയനിസം തിയറി ഹോൾഡ്സ് ദാറ്റ് ആൻ ആക്ഷൻ ഈസ് ഗുഡ് if it results in maximum satisfaction for a large number of people who are likely to get affected by the action. ഈ തിയറി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആക്ഷൻ ചെയ്യുമ്പോൾ അത് ഗുഡായി തീരുന്നത് എപ്പോഴാണ്, ആ ഒരു ആക്ഷൻ മൂലം അത് ആ ഒരു പ്രവൃത്തി അഫക്റ്റ് ചെയ്യപ്പെടുന്ന ടീം ഏതാണോ ആ ടീമിൽ മെജോറിറ്റി ആളുകൾക്കും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കാര്യമായിരിക്കണം. എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യം പ്രവർത്തിക്കാൻ പ്രയാസമാണ്. ആ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ മെജോറിറ്റിക്കും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ്. ഇഫ് ഇറ്റ് റിസൾട്ട്സ് ഇൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫോർ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ ലൈക്ലി ടു ഗെറ്റ് അഫക്റ്റഡ് ദ ആക്ഷൻ, ആ ആക്ഷൻ അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു ടീമിൽ കൂടുതൽ ആളുകൾക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആക്ഷൻ ആണെങ്കിൽ അത് ഗുഡാണ്. സപ്പോസ് എ മാനേജർ ക്രിയേറ്റ്സ് ആൻ ആനുവൽ എംപ്ലോയി വെക്കേഷൻ schedule after soliciting the vacation time preference from all the employees and honor their preferences, then he should be acting in a way that shall maximize the pleasure of all the employees. ഇപ്പം ഒരു മാനേജർ ഒരു ആനുവൽ എംപ്ലോയി വെക്കേഷൻ ഷെഡ്യൂൾ ചെയ്യാണ്, വെക്കേഷൻ എംപ്ലോയീസിന് കൊടുക്കുന്നതിന് ഷെഡ്യൂൾ ചെയ്യാണ്. അപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരുടെയും ഒരു ഇഷ്ടം താല്പര്യം ചോദിച്ചു, സമയം വെക്കേഷൻ ടൈം എപ്പോഴൊക്കെ വേണ്ടതെന്നുള്ള രീതിയിൽ അവരുടെയൊക്കെ തന്നെ ഒരു അഭിപ്രായം ക്ഷണിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ then he would be acting in a way that shall maximize the pleasure of all the employees. അവിടെ എല്ലാ എംപ്ലോയീസിൻ്റെയും സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലാണ് അയാൾ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്. In other words, an action is morally right if the consequences of that action are more favorable than unfavorable to everyone. അതായത് ഒരു ആക്ഷൻ നമ്മൾ മോറലി റൈറ്റ് ആകുന്നത് എപ്പോഴാണ്, അതിൻ്റെ കോൺസിക്വൻസ്
അത് കൂടുതലും ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അതിന് ഒരു കാര്യത്തിന് ഫേവറബിൾ ആയിട്ടും ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട് ഒരേ സമയം തന്നെ ഉണ്ടാവാം. പക്ഷേ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതിന് കൂടുതൽ എങ്കിൽ, അതിൻ്റെ കോൺസിക്വൻസ് അതാണ് കൂടുതലെങ്കിൽ അത് മോറലി റൈറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണെന്നാണ് യൂട്ടിലിറ്റേറിയനിസം തിയറി പ്രകാരം പറയുന്നത്. ദെൻ യുഡൈമനിസം. Eudaimonism is a teleological theory which possessed that an action is good if it results in the fulfillment of goal along with the welfare of the human beings. Eudaimonism എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ ഹാപ്പിനെസ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് അത് ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഫുൾഫിൽമെൻറ്റോട് കൂടി നമ്മുടെ ആവശ്യം എന്താണോ അത് പൂർത്തീകരിക്കുന്നതോടൊപ്പം അതൊരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ തന്നെ വെൽഫെയറിന് ഗുണകരമാകുന്ന രീതിയിലാവണം. അപ്പോഴാണ് ഒരു ആക്ഷൻ ഗുഡ് ആണെന്ന് പറയാം. ദാറ്റ് ആൻ ആക്ഷൻ ഈസ് ഗുഡ് ഇഫ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഗോൾസ് എലോങ് വിത്ത് ദ വെൽഫെയർ ഓഫ് ദി ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ വെൽഫെയറോട് കൂടിയിട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ഗോളും കൂടെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോഴേ ആണ് ആക്ഷൻ ഗുഡ് ആവുന്നത്. In other words, the action is said to be fruitful if it promotes or tends to promote the fulfillment of goal constitutive of human nature and its happiness. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ദ ആക്ഷൻ ആർ സെഡ് ടു ബി ഫ്രൂട്ട്ഫുൾ. ഒരു ആക്ഷൻ ഫ്രൂട്ട്ഫുൾ ആണ്, ഗുണകരമാണ്, ഓക്കെ ആണ് നമ്മൾ എപ്പോഴാണ് പറയുക? ഇഫ് ഇറ്റ് പ്രൊമോട്ട്സ്, അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഓർ ടെൻസ് ടു പ്രൊമോട്ട്, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടാകുമ്പോൾ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഗോൾസ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഓഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ഇറ്റ്സ് ഹാപ്പിനെസ്. ഹ്യൂമൻ നേച്ചറിന്, മനുഷ്യപ്രകൃതത്തിന്, അതിൻ്റെ സന്തോഷത്തിനൊക്കെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിട്ടുള്ള അതിനൊക്കെ മാച്ച് ആകുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ഗോൾ ഫുൾഫിൽ ചെയ്യുന്നത് എങ്കിൽ ആ ഒരു ആക്ഷൻ നല്ലതാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ എ പാരൻറ്റ്, നമ്മൾ പാരൻ്റ് ആണെങ്കിൽ യു ഷുഡ് എക്സൽ അറ്റ് റൈസിങ് യുവർ ചിൽഡ്രൻ. ഇഫ് യു ആർ എ പാരൻറ്റ്, നമ്മളൊരു പാരൻ്റ് ആണെങ്കിൽ യു ഷുഡ് എക്സൽ അറ്റ് റൈസിങ് യുവർ ചിൽഡ്രൻ. നമ്മുടെ കുട്ടികളെ ഉയർത്തുന്നതിൽ, വളർത്തുന്നതിൽ മികവ് പുലർത്തണം. ഇഫ് യു ആർ എ ഡോക്ടർ ആണെങ്കിൽ യു ഷുഡ് എക്സൽ അറ്റ് ഹീലിംഗ് പീപ്പിൾ. ആളുകളെ സുഖപ്പെടുത്തുന്ന കാര്യത്തിൽ അയാൾ മികവ് പുലർത്തണം. ആൻഡ് ഇഫ് യു ആർ എ ഫിലോസഫർ, ഒരു ഫിലോസഫർ ആണെങ്കിൽ യു ഷുഡ് എക്സൽ അറ്റ് ഗെയിനിങ് നോളജ് ആൻഡ് വിസ്ഡം ആൻഡ് ടീച്ചിങ്. അല്ലേ, നോളജും മറ്റുമൊക്കെ തന്നെ നേടുന്നതിൽ, അതുപോലെ തന്നെ ടീച്ചിങ്ങിലൊക്കെയാണ് അവിടെ മികവ് പുലർത്തേണ്ടത്. അതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത്. അപ്പം സപ്പോസ് മാനേജർ എൻഫോഴ്സ് എംപ്ലോയീസ് ട്രെയിനിങ് ആൻഡ് നോളജ് സ്റ്റാൻഡേർഡ്സ് അറ്റ് വർക്ക് വിച്ച് ആർ നാച്ചുറൽ കോമ്പണൻറ്റ് ഓഫ് ഹ്യൂമൻ ഹാപ്പിനെസ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മാനേജർ ആണെങ്കിൽ അയാൾ എംപ്ലോയീസിന് വർക്ക് പ്ലേസിലുള്ള അവരുടെ ഒരു ട്രെയിനിങ് ആൻഡ് നോളജ് സ്റ്റാൻഡേർഡൊക്കെയാണ് അവിടെ നടപ്പിലാക്കുന്നത് എങ്കിൽ അത് അയാൾ ചെയ്യുന്ന യുഡൈമനിസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. വിച്ച് ആർ നാച്ചുറൽ കോമ്പണൻറ്റ് ഓഫ് ഹ്യൂമൻ ഹാപ്പിനെസ്. അല്ലാതെ ഹ്യൂമൻ ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു കാര്യം കൂടെ ആണ്. അവർ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയുമ്പം അവർ ഓക്കെ ആവും എന്നുള്ളതാണ്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ടെലിയോളജിക്കൽ തിയറീസ്. പിന്നെ പ്രധാനപ്പെട്ട ഏതാനും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മാത്രം നോക്കാം. ദീസ് തിയറീസ് ആർ വെരി മച്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ജനറൽ മോറൽ റീസണിങ്. പൊതുവായിട്ടുള്ള മോറൽ റീസണിങ്ങിന് അനുസരിച്ചുള്ളതാണ് ഈ തിയറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ദെൻ യൂസ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് ഈസ് എ സ്ട്രെങ്ത് ഓഫ് ടെലിയോളജിക്കൽ തിയറീസ്. ഡിസിഷൻ മേക്കിങ്ങിനകത്ത് ഒബ്ജക്റ്റിവിറ്റിയാണ് ഉപയോഗിക്കുന്നത്, അല്ല സബ്ജക്റ്റീവ് അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സ്ട്രെങ്ത് ആയിട്ട് പറയാനുള്ളത്. ഒരുപാട് വീക്ക്നെസ്സുകളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട വീക്ക്നെസ് എന്താണെന്ന് നോക്കാം. വൺ മെയിൻ വീക്ക്നെസ് ഈസ് ദാറ്റ് ദ കോൺസിക്വൻസസ് ആർ സോ അൺസർട്ടൺ. നമുക്കറിയാം കോൺസിക്വൻസ് എന്താണെന്ന് നോക്കിയിട്ടാണ് ഒരു ആക്ഷൻ റൈറ്റ് ആണോ റോങ് ആണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സംഭവിച്ചോളൊന്നുമില്ല. കോൺസിക്വൻസസ് അൺസർട്ടൺ ആവാം. അപ്പോൾ പിന്നെ ആ ഒരു ആക്ഷൻ തെറ്റോ ശരിയോ ആവാതിരിക്കുകയോ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അൺസർട്ടൺ ആയിട്ടുള്ളൊരു കോൺസിക്വൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു തിയറിയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ വീക്ക്നെസ് ആയിട്ട് പറയാനുള്ളത്. ദെൻ ഡിയോണ്ടോളജിക്കൽ എത്തിക്സ്. തിയറീസ് ഓഫ് എത്തിക്സിലെ രണ്ടാമത്തേതാണ് ഡിയോണ്ടോളജിക്കൽ എത്തിക്സ്. ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഡിയോൺ. ഡിയോൺ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഡ്യൂട്ടി എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് എത്തിക്സ് എന്നുള്ളത് മനസ്സിലാക്കുക. The second prominent concept, deontological ethics, is associated with the father of modern deontology, Immanuel Kant. ഇമ്മാനുവൽ കാൻ എന്ന് പറയുന്ന ആളാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മോഡേൺ ഡിയോണ്ടോളജിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നവരാണ്. ഇറ്റ് കുഡ് ബി ആർഗ്യൂഡ് ദാറ്റ് in deontological ethics, people have duty to respect other people's rights and treat them accordingly. മറ്റുള്ളവരുടെ അവകാശങ്ങൾ എന്താണോ അതിനെ ബഹുമാനിക്കാനും അതനുസരിച്ച് അവരെ ട്രീറ്റ് ചെയ്യാനുമുള്ള ഡ്യൂട്ടി എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുന്നതാണ് ഡിയോണ്ടോളജിക്കൽ എത്തിക്സ്.
But the core concept behind this is that there are objective obligations or duties that are required of all people. എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള കുറേ ഡ്യൂട്ടീസ് ഉണ്ട്, ഒബ്ലിഗേഷൻസ് ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ എത്തിക്സിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാം ഒരു ഡ്യൂട്ടി ഉണ്ട്, നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനോ വേണ്ട എന്നാണ് പറയുന്നത്. വെൻ ഫേസ്ഡ് വിത്ത് ആൻ എത്തിക്കൽ സിറ്റുവേഷൻ, ഒരു എത്തിക്കൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പം ദെൻ ദ പ്രോസസ് ഈസ് സിംപ്ലി വൺ ഓഫ് ഐഡൻറ്റിഫൈയിങ് വൺസ് ഡ്യൂട്ടി ആൻഡ് മേക്കിംഗ് ദ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ. ഒരാൾ ഒരു എത്തിക്കൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ അവിടെ എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് തിരിച്ചറിയുകയും എന്നിട്ട് അതിനനുസരിച്ച് ഡിസിഷൻ എടുത്ത് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് ഡിയോണ്ടോളജിക്കൽ എത്തിക്സ്. ദ ചലഞ്ചസ് ടു ദിസ് പെർസ്പെക്റ്റീവ് ഇൻക്ലൂഡ്സ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ചലഞ്ചസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് കോൺഫ്ലിക്ട്സ് ദാറ്റ് അറൈസ് വെൻ ദർ ഈസ് നോട്ട് ആൻ അഗ്രിമെൻറ്റ് അബൌട്ട് ദ പ്രിൻസിപ്പിൾസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഡിസിഷൻസ്. ഡിസിഷനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ, അവയ്ക്കിടയിൽ ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ദ ഇംപ്ലിക്കേഷൻ ഓഫ് മേക്കിംഗ് എ റൈറ്റ് ചോയ്സ് ദാറ്റ് ഹാസ് ബാഡ് കോൺസിക്വൻസസ്. നമ്മളൊരു റൈറ്റ് ചോയ്സ് ആയിട്ട് എടുത്തൊരു സംഭവത്തിന് ഒരു പക്ഷേ ബാഡ് കോൺസിക്വൻസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ബാഡ് കോൺസിക്വൻസ് ഉള്ള ഒരു ഒന്നിനെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ റൈറ്റ് ചോയ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടാവുക, അങ്ങനെ വരാവുന്നതാണ്. ദെൻ വാട്ട് ഡിസിഷൻ ഷുഡ് ബി മെയ്ഡ് വെൻ ഡ്യൂട്ടീസ് കോൺഫ്ലിക്റ്റ്. ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഡ്യൂട്ടീസ് തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും മൂന്നെണ്ണമാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടായിട്ട്, ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഡെഫിഷ്യൻസിയൊക്കെ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദീസ് ചലഞ്ചസ് ആർ ഡെഫിനറ്റ്ലി വൺ ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ് വെൻ റിലയിങ് ഓൺ ദിസ് ആസ് ആൻ എത്തിക്കൽ സിസ്റ്റം. ഇതൊരു എത്തിക്കൽ സിസ്റ്റമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ ഈ പറയുന്ന ചലഞ്ചസ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുന്നതാണ്. Then third one ആണ് virtue ethics. Virtue ethics is a philosophy developed by Aristotle and other ancient Greeks. അരിസ്റ്റോട്ടിലും അതുപോലെ മറ്റ് ആൻഷ്യൻ്റ് ഗ്രീക്സ് എല്ലാം കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു ഫിലോസഫിയാണ് വെർച്യു എത്തിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ക്വസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലീവ് എ ലൈഫ് ഓഫ് മോറൽ ക്യാരക്ടർ. ധാർമ്മിക ബോധമുള്ള, മോറൽ ക്യാരക്ടറുള്ള ഒരു ജീവിതം മനസ്സിലാക്കുന്നതിന്, ജീവിക്കുന്നതിനൊക്കെയുള്ള ഒരു അന്വേഷണമാണ് ഈ വെർച്യു എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ കുറേ നന്മകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന എത്തിക്സാണ് വെർച്യു എത്തിക്സ് എന്ന് പറയുന്നത്. But this character-based approach to morality assumes that we acquire virtue through practices. Virtue ethics assumes that we acquire virtue through practice. നമ്മൾ കുറേ നന്മകൾ പ്രാക്ടീസിലൂടെ നമ്മൾ അക്വയർ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നതാണ് വെർച്യു എത്തിക്സ്. ബൈ പ്രാക്ടീസിങ് ബീയിങ് ഹോണസ്റ്റ്, അല്ലേ, സത്യസന്ധത, അതുപോലെ ബ്രേവ്, നല്ല ധൈര്യം, ജസ്റ്റ്, നീതി, ന്യായം എന്നൊക്കെയുള്ളതാണ്. ജനറസ് മീൻസ് മഹാമനസ്കത തുടങ്ങി അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ. ആൻഡ് സോ ഓൺ. എ പേഴ്സൺ ഡെവലപ്സ് ആൻ ഹോണറബിൾ ആൻഡ് മോറൽ ക്യാരക്ടർ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, ബൈ പ്രാക്ടീസിങ്ങിലൂടെ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള മോറൽ ക്യാരക്ടർ എന്ത് ചെയ്യാവുന്നതാണ്, ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ബൈ ഹോണിങ് വെർച്വസ് ഹാബിറ്റ്സ്, അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായ പ്രകാരം ബൈ ഹോണിങ് വെർച്വസ് ഹാബിറ്റ്സ്, ഇത്തരത്തിലുള്ള വെർച്വസ് ആയിട്ടുള്ള ഹാബിറ്റുകൾ ഹോൺ ചെയ്തതിന് ശേഷം, മൂർച്ച കൂട്ടിയതിന് ശേഷം, മീൻസ് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം, പീപ്പിൾ വിൽ ലൈക്ലി മേക്ക് ദ റൈറ്റ് ചോയ്സ് വെൻ ഫേസ്ഡ് വിത്ത് ദ എത്തിക്കൽ ചലഞ്ചസ്. അപ്പോൾ എത്തിക്കൽ ചലഞ്ചസ് പിന്നീട് ഫേസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ ശരിയായിട്ടുള്ള ചോയ്സ് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മീൻസ് ഇത്തരം ഹാബിറ്റുകൾ ശീലിച്ചു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ഹാബിറ്റ് അവിടെ കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ആളുകൾക്ക് ഉണ്ടാവും. അതനുസരിച്ച് ആളുകൾ പ്രവർത്തിച്ചിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നല്ല ഗുണങ്ങൾ ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് പ്രാക്ടീസ് ചെയ്തെടുക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി എടുക്കുകയും ചെയ്യണമെന്ന് പറയുന്നതാണ് വെർച്യു എത്തിക്സ് എന്ന് പറയുന്നത്. So virtue ethics helps us understand what it means to be a virtuous human being. ഒരു വെർച്വസ് ഹ്യൂമൻ ബീയിങ് എന്തായിരിക്കണം എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് വെർച്യു എത്തിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഗീവ്സ് അസ് എ ഗൈഡ് ഫോർ ലിവിങ് ലൈഫ് വിത്തൗട്ട് ഗിവിങ് അസ് സ്പെസിഫിക് റൂൾസ് ഫോർ റിസോൾവിങ് എത്തിക്കൽ ഡൈലമ്മ. എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു സ്പെസിഫിക് റൂൾസ്, എന്തെങ്കിലും ഒരു റൂളോ പ്രിൻസിപ്പിളോ തരുന്നതിന് പകരം നമുക്ക് ജീവിക്കുന്നതിനുള്ള ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് വെർച്യു എത്തിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് അസ് എ ഗൈഡ് ഫോർ ലിവിങ് ലൈഫ്, അല്ലെ, ജീവിതം ജീവിക്കാനുള്ള ഒരു ഗൈഡാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്തൗട്ട് ഗിവിങ് എ സ്പെസിഫിക് റൂൾസ് ഫോർ റിസോൾവിങ് എത്തിക്കൽ ഡൈലമ്മ. എത്തിക്കൽ ഡൈലമ്മകളൊക്കെ സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു സ്പെസിഫിക് റൂളോ പ്രിൻസിപ്പിളോ അല്ല തരുന്നത്. Then in that way virtue ethics is concerned with the whole of a person's life.
റാദർ ദാൻ പെർട്ടിക്കുലർ എപ്പിസോഡ്സ് ഓർ ആക്ഷൻ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വെർച്വൽ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൺസേൺഡ് വിത്ത് ഹോൾ ഓഫ് എ പേഴ്സൺസ് ലൈഫ് റാദർ ദാൻ പെർട്ടിക്കുലർ എപ്പിസോഡ്സ് ഓർ ആക്ഷൻസ്. എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ആക്ഷനിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല വെർച്വൽ എത്തിക്സ്. അതായത് ലൈഫ് ലോങ് ഉള്ള കാര്യങ്ങളിൽ മാനേജ് ചെയ്യാൻ ഉതകുന്ന കുറേ നന്മകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് വെർച്വൽ എത്തിക്സ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് തിയറീസ് ഓഫ് എത്തിക്സ് ആയിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആക്ച്വലി ഇത്. പക്ഷെ അത്രയും കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.